ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വീഡിയോ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്തതിനു ശേഷം ആ വീഡിയോ നമുക്ക് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാമെന്നാണ്. ഒരു വീഡിയോയുടെ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഫയലിൽ പോകും. ഫയലിൽ പോയതിനു ശേഷം എക്സ്പോർട്ട് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ മീഡിയ കൊണ്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള Ctrl+M ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോക്സ് വരുന്നത് കാണാൻ പറ്റും. ഈ ബോക്സ് വന്നതിന് ശേഷം ഇവിടെ ഫോർമാറ്റ് H.264 ആണെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇതാണ് കോമൺലി ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അധികം ക്വാളിറ്റി കുറയ്ക്കാണ്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക. അതിനുശേഷം പ്രീസെറ്റ് മാക്സ് വോൾസ് ഹൈബ്രൈറ്റ് ആയിട്ട് അതാണ് നമുക്ക് ഓൾറെഡി ഇവിടെ എടുക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് വേറെ തരത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ റെസൊല്യൂഷനും വിഡ്ത്തും ഹൈറ്റും അതൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ കണ്ടാവും. നമ്മുടെ വീഡിയോയുടെ കണ്ടാവും വിഡ്ത്തും ഹൈറ്റും 190 1920 ഇൻറ്റു 1080. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ ഒരെണ്ണം കിട്ടണമെങ്കിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഹൈ ക്വാളിറ്റി വേറെ ഓപ്ഷൻ വേണമെങ്കിൽ വേറെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പ്രീസെറ്റുള്ള ഈ ഓപ്ഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ ഒരു ഫയൽ സേവ് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള ആ നെയിം മാറ്റണമെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫയലിൻ്റെ നെയിം ഞാൻ ജസ്റ്റ് ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ടെക്സ്റ്റ് കൊടുത്തു, സേവ് ചെയ്തു. അതിൻ്റെ ലൊക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. കണ്ട ഡെസ്ക്ടോപ്പിലാണ് ആ ഫയലിൽ സേവ് എടുത്തുള്ളത്. ആ ഫയലിൻ്റെ നെയിമാണ് ടെക്സ്റ്റ്. പിന്നെ നമുക്ക് വീഡിയോയിൽ വല്ല മാറ്റം വരുത്തണമെങ്കിൽ ഇവിടെ മാറ്റം വരുത്താം. അങ്ങനെ ഓഡിയോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. ജസ്റ്റ് ഡീഫോൾട്ട് ആയിട്ട് ഇത്ര മാറ്റം വരുത്തിയാൽ മതി. ഒന്നെങ്കിൽ ഫയലിൻ്റെ നെയിം കൊടുക്കുക, പിന്നെ പ്രീസെറ്റ് എത്രയാണോ വേണ്ടത്, പിന്നെ ഫോർമാറ്റ് ഏത് രീതിയിലാണ് കിട്ടുന്നത് കൊടുക്കുക. അതിനുശേഷം എക്സ്പോർട്ട് കൊണ്ടുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ നമ്മുടെ ഇവിടെ ഫിറ്റ് എന്ന് ഉദ്ദേശിച്ചുള്ളത് കംപ്ലീറ്റ് പോർഷൻ ഇവിടെ ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കിട്ടണം. അതാണ് ഫിറ്റ് വെക്കുന്നത്. അതായത് ഇവിടെ പേഴ്സണലായി കൊടുക്കുകയാണെങ്കിൽ ഇതിൽ കംപ്ലീറ്റ് ഉണ്ടാവില്ല. ഒരു 50% കൊടുക്കുകയാണെങ്കിൽ വ്യത്യാസം വരുന്നതാണ് പറ്റും. 75% ഇവിടെ ഓൾറെഡി കിടക്കണൊക്കെ അതുപോലെ തന്നെ ഇരുന്നാൽ മതി, മാറ്റം വരുത്താൻ നിൽക്കേണ്ട ആവശ്യം. പിന്നെ സോഴ്സ് റേഞ്ച് നമുക്ക് എത്രയാണോ റെൻഡർ ചെയ്യുന്നത് ഇവിടെ കിടക്കുന്നത് വർക്ക് ഏരിയ ആണ്. നമുക്ക് കസ്റ്റമായിട്ട് ചെയ്യണമെങ്കിൽ കസ്റ്റം ചെയ്യാൻ പറ്റും. ഇനി നേരെ നമ്മൾ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മെയിനായിട്ട് മാറ്റം വരുത്തേണ്ടത് ഫോർമാറ്റിൻ്റെ അവിടെ H.264 ആണ് ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഇതന്നെ കിടന്നോട്ടെ. പിന്നെ ഫയലിന് നെയിം കൊടുക്കണമെങ്കിൽ നെയിം കൊടുക്കുക. കാരണം നമുക്കൊരു നെയിം ഉണ്ടെങ്കിലേ മനസ്സിലാക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു വാല്യൂസ് ആയിരിക്കും 2634 അങ്ങനെയൊക്കെ ഒരു വാല്യൂ ആകുമ്പോൾ നമുക്ക് ഏത് റെൻഡർ ചെയ്തതിൻ്റെ കുറേ വീഡിയോസ് ഒക്കെ റെൻഡർ ചെയ്തിട്ട് ഒരു ഫയലിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒക്കെ മനസ്സിലാവില്ല. പിന്നെ ഔട്ട്പുട്ട് കിടക്കുന്ന ഫയൽ ലൊക്കേഷനാണ് ഇത് കിടക്കുന്നത്. പിന്നെ ആ ഫയലിൻ്റെ നമ്മുടെ വീഡിയോയുടെ വിഡ്ത്തും ഹൈറ്റും ചെക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രീസെറ്റ് നമുക്ക് വേറൊരെണ്ണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈറ്റും വിഡ്ത്തും ചെക്ക് ചെയ്താൽ അതിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ വേറൊരു പ്രീസെറ്റ് കൊടുക്കാൻ പറ്റും. അത് നേരെ എക്സ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ചെറിയൊരു ബോക്സ് വരുന്ന കാണാൻ പറ്റും. അത് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. കുറച്ച് ടൈം എടുക്കും. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് എത്രയാണോ അതിനനുസരിച്ച് ടൈം എടുക്കും. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് റെൻഡർ ചെയ്യാനുള്ള അതിനനുസരിച്ച് കുറച്ച് ടൈം എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ട്